ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ക്രിസ്മസ് തിരക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എനിക്ക് 15-ാം തീയതി ഡിസംബർ 15-ാം തീയതി മുതൽ അത്യാവശ്യം വർക്കുകളുണ്ടായിരുന്നു. അന്ന് മുതലുള്ള കുറച്ച് വർക്കിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് 15-ാം തീയതിയുടെ അന്ന് ഒരു കരോളിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള കേക്കുകളായിരുന്നു. ഒരു 4 കിലോ കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ വാനില ടീ കേക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കരോളിന് വേണ്ടിയിട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി പീസാക്കി നമുക്ക് ബോക്സ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അവർക്കൊരു 75 പീസ് കേക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് പീസാക്കണുണ്ട്. അത്യാവശ്യം നല്ല ഒരു പീസ് തന്നെയാണ് ഓരോ കേക്കും വരുന്നത്. മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ 1 ഇഞ്ച് വീതിയിൽ 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കേക്ക് പീസാണ്. അപ്പോൾ എടുത്തിട്ടുള്ള 4 കിലോ കേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്കൊന്ന് മെഷർമെൻറ്റ് നോക്കാനുണ്ട്. എത്ര കിലോ വെയിറ്റ് ഉണ്ടെന്നുള്ള നോക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയ ശേഷം നമുക്ക് അതങ്ങ് മാറ്റി വയ്ക്കാം. അടുത്ത നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന അന്നത്തെ ദിവസം തന്നെ കൊടുക്കാനുണ്ടായിരുന്നത് കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡറാണ്. അപ്പോൾ ആ ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് റിച്ച് പ്ലം കേക്കാണ്. അപ്പോൾ അതും പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കേക്കുകളുടെ ബേക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിന്നെല്ലാം ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബട്ടർ കേക്ക് കൊടുക്കാനുണ്ട്. അതാണ് ആദ്യം നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന അത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടിന്നെല്ലാം ഗ്രീസ് ചെയ്ത് നമുക്ക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. എടുത്ത് വെച്ച ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ സ്റ്റാൻഡ് മിക്സറിലോട്ട് ബീറ്റ് ചെയ്യാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം ഫുള്ളായിട്ട് ബേക്കിംഗ് ആണ്. അടുത്ത നെക്സ്റ്റ് ദിവസമാണ് നമുക്ക് ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന വർക്കുകളും നമുക്കിതിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ടൈം ടേബിൾ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കൊണ്ട് എല്ലാം കുഴയും. അതുകൊണ്ട് തന്നെ ആദ്യമേ ഇതുപോലെ ബേക്കിംഗ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് തുടങ്ങുകയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ബേക്കിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലുള്ള ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുമ്പോഴേക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബട്ടർ പേപ്പർ എല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഓരോ ടിന്നിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് വെക്കാം. അല്ലാതെ നമുക്ക് നോർമലി വർക്ക് വരുന്ന സമയമാണെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ അങ്ങനെ ഓരോ ടിന്നിൻ്റെ സൈസ് നോക്കണമെന്നൊന്നുമില്ല. ഒരു ചെറിയൊരു സ്ക്വയർ പീസ് ആയിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിന്ന് ഓരോ ബേക്കിംഗ് കഴിയുമ്പോഴും ടിന്ന് കഴുകേണ്ട ആവശ്യമില്ല. ബട്ടർ പേപ്പർ മാത്രം മാറ്റി ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ജോലിയായിരിക്കും. പിന്നെ അത് കഴുകി ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എത്രയാണോ ബേക്ക് ചെയ്യാനുള്ളത് ആ ഒരു വെയിറ്റ് അനുസരിച്ചിട്ടുള്ള ഫ്ലോറെല്ലാം മിക്സ് ചെയ്ത് വയ്ക്കും. അതിന് പോയിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് തന്നെ റെഡിയാക്കും. ഇത് ഓരോ റെസിപ്പിയും റെഡിയാക്കി വെച്ച ശേഷമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന് നേരത്തെ തന്നെ ചോക്ലേറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെക്കും. കുറച്ച് ചോക്ലേറ്റ് എല്ലാം ചോപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതെല്ലാം ചോപ്പ് ചെയ്ത് വെക്കും. പിന്നെ അത് പോയിട്ട് ചെറി ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഓരോ വർക്ക് വരുമ്പോഴും നമുക്ക് അതനുസരിച്ച് ഓരോന്ന് ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നീടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഫില്ലിങ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ വരുവാണെങ്കിൽ പ്രളയനും സോസും ഒക്കെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബൾക്ക് ഓർഡേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർഡ് ആവുന്നത് കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം വാങ്ങി വെച്ചേക്കണം. പെട്ടെന്ന് ഓർഡേഴ്സൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പോയി വാങ്ങാനുള്ള സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. എനിക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബേക്കിംഗ് കഴിഞ്ഞു. അടുത്ത് സെക്കൻഡ് ട്രിപ്പ് ചെയ്യുകയാണ്. കണ്ടില്ലേ, അതൊന്നും നമ്മുടെ ബൗള് നമ്മൾ മിക്സ് ചെയ്യുന്ന ബൗള് സ്പാച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് വേറെ ഒന്നും വാഷ് ചെയ്യേണ്ടതില്ല. അതിൽ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പും വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് 2 സ്റ്റെപ്പ് ബേക്കിംഗ് കഴിഞ്ഞു. അടുത്ത തേർഡ് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഓരോന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കൂടി ബേക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലം കേക്കിൻ്റെ വർക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എല്ലാം പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് നിൽക്കും. പിന്നെ ജോലിയുടെ തിരക്ക് കൂടുമ്പോഴേക്കും
ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം കോൾസൊക്കെ വരും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ എല്ലാം ഒരു ഫോണിലാണല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഷോർട്സൊക്കെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ എടുത്തതാണ് ഇനി കാണുന്ന എല്ലാ ക്ലിപ്പും. അപ്പോൾ അടുത്ത നമുക്ക് പ്ലം കേക്കിൻ്റെതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ബേക്കറി സ്റ്റൈൽ പ്ലം കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇത് ബേക്കിങ്ങിനോട്ട് വെച്ചതിന് ശേഷം അടുത്തിനി റിച്ച് പ്ലം കേക്കുണ്ട്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ അന്നത്തെ ദിവസത്തെ ബേക്കിംഗ് നമുക്ക് കഴിയുകയാണ്. പിന്നെ പിറ്റേ ദിവസമാണ് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും വർക്ക് കഴിയുമ്പോൾ തന്നെ രാത്രി 11-12 മണിയൊക്കെ ആവും കേട്ടോ. അതിനുശേഷമാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ വർക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. നമുക്ക് കുറച്ച് ടൈം കൂടി ഉള്ളതുകൊണ്ട് പിറ്റേ ദിവസം ആക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതിപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ബേക്കിംഗ് കഴിഞ്ഞു. ഇത് സെക്കൻഡ് ട്രിപ്പാണ് ഇരിക്കുന്നത്. റെഡ് വെൽവെറ്റ് ആണ് സെക്കൻഡ് ട്രിപ്പ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓരോന്ന് ഫ്രോസ്റ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഇതിൻ്റെ എല്ലാം ക്രം കോട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷമാണ് അടുത്ത ഓരോന്നായിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസവും നമ്മൾ രാത്രി വരെ ആയിട്ടുണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അന്നത്തെ ദിവസം വീണ്ടും ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ എല്ലാ കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് ഫോട്ടോസ് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കേക്കുകളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഫോട്ടോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എടുത്തതിൻ്റെതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ദിവസം ആയതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഓരോ ദിവസം ചെയ്തതെന്നുള്ള വിട്ടു പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള പ്ലം കേക്ക്, ബട്ടർ കേക്ക്. പിന്നെ ഈ ഒരു ടോപ്പും ഇതിന് മേച്ചായിട്ടാണ് ആ ഒരു കേക്കും ചെയ്തിട്ടുള്ളത്. അത് ടോപ്പും ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസത്തെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.